കൊന്നിച്ചിവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ കൊമിക്. നമ്മളിന്ന് ഡീമൺ സ്ലെയറിന്റെ ചാപ്റ്റർ 189 ആയിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒട്ടും ടൈം ഒന്നും വേസ്റ്റ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. സോ ഈ ചാപ്റ്റർ തുടങ്ങുന്നത് നമ്മുടെ നേസുക്കോനെ കാണിച്ചുകൊണ്ടാണ്. എന്നിട്ട് ഡീമൺ സ്ലെയറിൽ തന്നെയുള്ള ഡീമൺസ് ആയിട്ടൊന്ന് ഫൈറ്റ് ചെയ്ത കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ, അവർ ഈ നാട്ടുകാരെ തടഞ്ഞു നിർത്തുന്നതാണ് കാണിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ഫൈറ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയൊരു ടൗണിന്റെ നടുക്കാണ്. അവിടെ ആട്ടെ ഒത്തിരി അധികം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇവർ ഈ ഫൈറ്റിന്റെ ഇടയിലേക്ക് ചെല്ലാതിരിക്കാനും വേണ്ടിയും പിന്നെ ബാക്കിയുള്ളവർക്ക് അപകടം പറ്റിയവരൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള ടീം നടക്കുന്നത്. അവരിങ്ങനെ ആർക്കെങ്കിലും അപകടം പറ്റിയെന്ന് നോക്കിക്കൊണ്ട് നടക്കാൻ നേരത്താണ് നേരത്തെ പൊളിഞ്ഞു വീണ കുറെ അധികം പലകയുടെ താഴത്ത് ഒരു പൂച്ചക്കുട്ടി കിടന്ന് കാറുന്നു. വേറൊന്നും ചിന്തിക്കാതെ ഒരാൾ പെട്ടെന്ന് പോയി ആ പൂച്ചക്കുട്ടിനെ രക്ഷിക്കുന്നുണ്ട്. എന്നാൽ ആ പൂച്ചക്കുട്ടിയുടെ മുതുകത്ത് ഒരു ബാഗും ഉണ്ട്. ആ തുറന്ന് വിട്ടപ്പം തന്നെ ഈ ഫൈറ്റ് നടക്കുന്ന ഡയറക്ഷനിലേക്ക് നോക്കി ഈ പൂച്ച ഓടുവാണ്. പിന്നെ നമ്മൾ ഫൈറ്റിലേക്ക് തിരിച്ചു വരുവാണ്. അവിടെ നമ്മുടെ ഒബനയും സനമയും കൂടെ മുസാന്റെ നേരെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. മുസാന്റെ കൈയൊക്കെ നമ്മുടെ ഒബനായി വെട്ടിയെടുക്കുന്നുണ്ട്. നമ്മുടെ മുസാന്റെ ഓരോ ശരീരഭാഗങ്ങളും ഓരോ സെക്ഷനായിട്ട് തിരിച്ചുകൊണ്ടാണ് നമ്മുടെ ഒബനെ അറ്റാക്ക് ചെയ്യുന്നത്. ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ടാണ് ഒബനെ ഓരോന്ന് അനലൈസ് ചെയ്ത് നമ്മുടെ മുസാനെ ഇങ്ങനെ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒബനെ ആയിട്ട് അവിടെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്, ഇത് വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ മുസാന്റെ കൈയുടെ അറ്റത്ത് തന്നെ കുറെ അധികം വാ പോലത്തെ ഒരു എന്താ പറയുക, ഒരു ഡീമന്റെ സാധനമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്ന് ഡോഡ്ജ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മുടെ ഒബനയ്ക്ക് വളരെയധികം സ്റ്റാമിന യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു സെക്കൻഡ് കൂടെ. പക്ഷേ രാവിലെ ആകാൻ ഇനിയും കുറെ അധികം സമയമുണ്ട്. അതായത് ഒരു സെക്കൻഡിന് വേണ്ടിയാണ് കുറെ അധികം ഡീമൺ സ്ലെയർ അവരുടെ ലൈഫൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നത്. ഈ ഫൈറ്റിലെങ്ങാനും ഞങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത്രയധികം അലൈസ് ആണ് അവരുടെ ജീവൻ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഗിയു പുള്ളിക്കാരന്റെ സോഡ് വെച്ച് മുസാന്റെ കൈക്ക് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തട്ടിത്തെറിച്ച് പോവുകയും ചെയ്യും. എന്നാൽ ആ ഒരു സെക്കൻഡിൽ നമ്മുടെ ഗിയുക്ക് പുള്ളിക്കാരന്റെ ധൈര്യം എല്ലാം പോകും. കോൺഫിഡൻസ് ഒക്കെ പോയി പുള്ളിക്കാരനെ കൊണ്ട് കഴിയേല എന്നൊരു രീതിയിലേക്ക് വരും. മുസാനാകട്ടെ നമ്മുടെ ഗിയുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത് എത്തി. ഒരേ സമയം തന്നെ ഒബനായും ഗോമിയും കൂടെ നമ്മുടെ ഗിയുവിനെ രക്ഷിക്കുന്നുണ്ട്. സനമയായിട്ട് അവിടെ കിടന്ന് കാറുന്നുണ്ട്. നീ എങ്ങനെ സ്പേസ് ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ ഒന്ന് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഡ് എറിഞ്ഞ് നമ്മുടെ ഗിയുക്ക് കൊടുക്കുന്നുണ്ട്. വേറൊന്നും ചിന്തിക്കാതെ ഗിയു ആ സോഡ് എടുത്തുകൊണ്ട് നമ്മുടെ മുസാനെ അറ്റാക്ക് ചെയ്യും. നിന്നെ കൊണ്ട് സാധിക്കും, കുറച്ചു നേരം കൂടെ എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് പറ്റും. നീ ഒരു വാട്ടർ ഹാഷിറയാണ്, നിന്റെ ഒരു വേർത്ത് ഇവിടെ തെളിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരന്റെ കോൺഫിഡൻസ് ഒക്കെ പുള്ളിക്കാരൻ തിരിച്ചെടുക്കും. ഞാൻ എക്സ്പെക്ട് ചെയ്തതിൽ കൂടുതൽ നേരം ഇവരെല്ലാവരും നിന്നിരിക്കുന്നു. പക്ഷെ കാര്യമില്ല, കാരണം ഇവരെല്ലാവരും ഇപ്പോൾ താഴത്തേക്ക് വീഴാനുള്ളതാണ്. ഇനിയും 1 മണിക്കൂറും 14 മിനിറ്റും കൂടെ രാവിലെ ആകാൻ വേണം. എന്നാൽ എന്റെ സെൽസിന് ഇവരെ കൊന്നു തിന്നാൻ ഇനി വെറും 5 മിനിറ്റിൽ താഴെ സമയം മാത്രം മതി. ഗോമിക്ക് മനസ്സിലായി പുള്ളിക്കാരനെ രാവിലെ ഒരു നിൽക്കാൻ പോകുന്നില്ല. നമ്മുടെ സനമയും പറയുന്നുണ്ട്, ചത്ത ഞാൻ അവനെ കൊണ്ടേ പോയിരിക്കുള്ളൂ എന്ന്. നമ്മുടെ ഗീവിനാകട്ടെ പോയിസനൊക്കെ വർക്ക് ചെയ്ത് പുള്ളിക്കാരൻ നനങ്ങാൻ പോലും പറ്റുന്നില്ല. ഒബനയാകട്ടെ പുള്ളിക്കാരൻ വളരെ ചെറുതായതുകൊണ്ട് പോയിസനൊക്കെ പെട്ടെന്ന് തന്നെ സ്പ്രെഡും ആകുന്നുണ്ട്. പെട്ടെന്ന് നേരത്തെ കാണിച്ച പൂച്ചയില്ലേ, അത് നമ്മുടെ മുസാന്റെ തലയുടെ മേളിൽ വന്നിരിക്കും. മുസാൻ ഈ പൂച്ചയെ കണ്ട് ഞെട്ടുന്നുണ്ട്. ഈ പൂച്ചയുടെ മുതത്തുണ്ടായിരുന്ന ആ ബാഗ് തുറന്ന് അതിനകത്ത് കുറച്ചധികം കുപ്പികളുണ്ട് കേട്ടോ. ഈ കുപ്പികളൊക്കെ പെട്ടെന്ന് തെറിച്ചുപോയി നമ്മുടെ ഒബനായുടെയും ഗിയുവിന്റെ സനമിയുടെ അതേപോലെ ഗ്യോമിയുടെ മേത്ത് കൊള്ളും. അത് കഴിഞ്ഞപ്പോൾ തന്നെ മുസാൻ ആ പൂച്ചനെ കഷ്ണമായിട്ട് മുറിച്ച് കൊന്നു കളയും. മുസാനെ പക്ഷേ എന്നാ സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരൻ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഈ പൂച്ചനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്നാൽ പെട്ടെന്ന് നമ്മുടെ സനമിനെ കാണിക്കും. പുള്ളിക്കാരൻ്റെ ആ മുഖമൊക്കെ ഫുള്ള് പോഷനൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുമല്ലേ. എന്നാൽ പെട്ടെന്ന് ഇതെല്ലാം മാറും. എന്നെ സംഭവിച്ചതെന്ന് അറിയാമല്ലോ കേട്ടോ. സനമിയാകട്ടെ വേറെ ഒന്നും അല്ലാതെ അപ്പം തന്നെ മുസാനിട്ട് ഒരു ചന്ന പിന്നെ അറ്റാക്ക് ചെയ്യും. സനമിയൊക്കെ അടുത്ത് കാണുന്നുണ്ട്. എനിക്കെന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തമില്ല. പക്ഷേ ഒരു സ്ട്രേ കാറ്റ് എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ ഗ്യോമയുടെ പെയിനും അതേപോലെ പുള്ളിക്കാരന്റെ പൾസും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരനും ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാമല്ല. ഞാൻ ചിലപ്പോൾ ലക്കി ആയതുകൊണ്ടായിരിക്കും. പക്ഷേ എന്തായാലും ഈ ഒരു ടെമ്പററി ആയിട്ടായാലും കൊള്ളാം. ഈ സിംറ്റംസ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിനർത്ഥം എനിക്ക് ഇനിയും ഫൈറ്റ് ചെയ്യാൻ പറ്റും. അവൾ തന്നെയാണ്. തമയോ, നീ മരിച്ചു കഴിഞ്ഞു. നീ എന്റെ സെൽഫ് ഡിസ്ട്രക്ഷൻ നിർത്താൻ വേണ്ടിയുള്ള ഓരോ ശ്രമം അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. താരം നീനെ വെറുതെ പെടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് മുസാൻ കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നിന്റെയൊക്കെ ഈ പോയിന്റ്ലെസ് സ്ട്രഗിൾ ഒന്ന് നിർത്ത്, എന്നിട്ട് പോയി മരിച്ചു. അടുത്ത പാലി നമ്മുടെ മുസാന് ബാക്കിയുള്ള ഹാഷ്ടാസ് തമ്മിലുള്ള ഫൈറ്റ് ആണ് കാണുന്നത്. മുസാന്റെ അറ്റാക്ക് നമ്മുടെ സനമയും ഗിയും ഒക്കെ ജസ്റ്റ് മിസ്സിനാണ് ഇങ്ങനെ ഡൗട്ട് ചെയ്ത് മാറുന്നത്. നമ്മുടെ ഒബനെ അപ്പോൾ പറയുന്നുണ്ട്, ബാക്കിയുള്ളവരെ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഇതുവരെ ഒന്നും നേരെ വെച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കൊരു നല്ലൊരു അറ്റാക്ക് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്കൊരു കാര്യം അറിയാം, മരണത്തോട് അടുക്കാൻ നേരത്ത് എല്ലാ മനുഷ്യരുടെ ശരീരത്തും ഒരു സ്ട്രെങ്ത് ഉണ്ടാകും. കാരണം ഒരു പേന പോലും ഞാൻ എടുക്കാത്ത എന്റെ ഈ കൈകൾ കൊണ്ട് ഒരു ചോപ്സ്റ്റിക് കൊണ്ട് ഞാനൊരു ജയിലിൽ ചാടി. മൂച്ചറോ, നീ മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് നിന്റെ ആ ബ്ലേഡ് അത്രയും ചുമല കളറിലേക്ക് മാറ്റിയത്. നീ ഒരു കാര്യം തെളിയിക്കുകയും ചെയ്തു. അതായത് കട്ടനേഴ്സിന്റെ കളർ ഏതായാലും കൊള്ളാം, അത് ഒരു റെഡ് കളറിലെ ബ്ലേഡ് ആക്കാൻ സാധിക്കുമെന്ന് റോസ് പറഞ്ഞു വെച്ച് നോക്കാൻ നേരത്ത് നീ നിന്റെ കൈ ആ ബ്ലേഡിനെ വലിച്ച് മുറുക്കി പിടിച്ചുകൊണ്ടാണ് അത് റെഡായി മാറിയെന്നാണ് പറഞ്ഞത്. അതായത് ഒരു ബ്ലേഡിനെ മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കളർ മാറുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒബനായി ആ ബ്ലേഡിനെ മുറുക്കി പിടിച്ച് അതിന്റെ കളർ പതുക്കെ റെഡിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെയാണ് ചാപ്റ്റർ 189 ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നാളെ തന്നെ വരുന്നുണ്ട്. സോ ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആനിമെ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പൊ തന്നെ ഒന്ന് സബ് ചെയ്ത് വെച്ചേക്ക്.